ഇപ്പം നിങ്ങളിൽ തന്നെ പല ആൾക്കാരും നമ്മൾ എന്തെങ്കിലും ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ശ്രമിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ക്ലോസ് സർക്കിളിൽ നിന്നായിരിക്കും. നമ്മളോട് വിരോധമുള്ളതുകൊണ്ടല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അന്നേരം അപ്രീഷിയേറ്റ് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ നമ്മുടെ ക്ലോസ് സർക്കിളിൽ. റീസൺ എന്താണ്? നിങ്ങൾക്കും എല്ലാവർക്കും അനുഭവമായിരിക്കും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മിക്കവാറും അവരും ഓർഡിനറി ആയിട്ട് ജീവിക്കാനും തിങ്ക് ചെയ്യാനും ഓർഡിനറി ആയിട്ട് ജീവിക്കാനാണ് അവരുടെ കംഫർട്ട് സോൺ. അതാണ് നമ്മളും ആ ക്ലാസ്സിൽ നിൽക്കുന്നത് തന്നെയാണ് അവരും ഇഷ്ടപ്പെടുന്നത്. അവരുടെ ഒരു സുഹൃത്ത് ഒറ്റയ്ക്ക് വഴിവെട്ടി പുതിയ മേഖലയിൽ കൂടെ ഉയർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അവരറിയാതെ അവരുടെ സബ് കോൺഷ്യസിൽ വരുന്നൊരു നെഗറ്റിവിറ്റി ഉണ്ട്. അത് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കുക. എങ്ങാനും ഇവൻ വളർന്നു പോയെങ്കിലും, എങ്ങാനും ഈ പറയുന്നതൊക്കെ ശരിയായി പോയെങ്കിലോ എന്നുള്ള ഭയമുള്ളിൽ കിടപ്പുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഏതൊരാളും അവർ വേറൊരാളുടെ സ്ട്രഗിളിനെ അപ്രീഷിയേറ്റ് ചെയ്യും, വേറൊരാൾ കഷ്ടപ്പെടുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിനകത്ത് ഫെയിലിയർ ഉണ്ടായാലും അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഹെഡ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഫെയിലായ ഒരാളാണെങ്കിൽ പോലും ഇവിടുത്തെ ഏറ്റവും പ്രൊഫഷണൽ കോളേജിൽ നിന്ന് ഒരു ബിടെക്കും കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഹയർ ലെവലിലാണ് ഇദ്ദേഹത്തെ കാണുന്നതെന്നാണ് പറയുന്നത്. ഹയർ കോൺഫിഡൻസും, കാരണം ഫെയിലിയർ ആയി പോയായിരിക്കാം, ആ പ്രോജക്റ്റ് ഫെയിലിയർ ആയി പോയിട്ടുണ്ടാവാം, പക്ഷേ ഇദ്ദേഹം ആർജിച്ചെടുത്ത ഒരു കാര്യം കോൺഫിഡൻസും ആ ഫെയിലിയറിനെ ഫേസ് ചെയ്തതും അതിനുള്ള സ്ട്രഗിളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു നല്ലൊരു കോളേജിൽ നിന്ന് ബിടെക് കഴിഞ്ഞൊരു എംപ്ലോയി ആയിട്ട് കയറിയവരെക്കാളും മുകളിലാണ് അദ്ദേഹം ഇയാളെ കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജൻ പിള്ളയുടെ ബ്രദർ രാജ്മോഹൻ പിള്ള, സ്റ്റോറി കേട്ട അത്ര ഇൻസ്പയറിങ് സ്റ്റോറിയാണ്. കേരളത്തിൽ നിന്നുള്ള സ്റ്റോറിയാണ്. ഒരു 18 വയസ്സുകാരൻ 10-30 വർഷം മുമ്പ് 40 കോടിയുടെ ലയബിലിറ്റി ഏറ്റെടുത്തിട്ട് അത് ക്ലിയർ ചെയ്ത്, ഒരു കാലത്ത് രാജാക്കന്മാരെ പോലെ ഇവിടെ ജീവിച്ച, ഒരു കാലത്ത് അവരൊക്കെ ഇവിടുന്ന് ബിസിനസ് ഇപ്പോൾ പല രാജ്യങ്ങളിലാണ്, സിംഗപ്പൂരും പല രാജ്യങ്ങളിലേക്ക് മാറാനുള്ള കാരണങ്ങൾ ഇന്ത്യയിലെ ടാക്സ് ലോസ്. 1971 നമുക്കറിയാം. ഇന്നിപ്പോൾ ടാക്സിനെ കുറിച്ച് ആരോ ഇവിടെ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാം. 1971 സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്ന എത്രയാണെന്നറിയോ? 100 രൂപ നമ്മൾ ഉണ്ടാക്കിയ 97 രൂപയും ടാക്സ് അടയ്ക്കണം. 3% ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് ഇവരുടെ ഫാദർ അഡ്വൈസ് ചെയ്തു, വേറെ രാജ്യത്തേക്ക് പയ്യെ ഷിഫ്റ്റ് ചെയ്തു. കാരണം സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവരൊക്കെ അന്നൊക്കെ സിംഗപ്പൂരൊന്നും ഒന്നുമല്ല, വളരെ പുവർ കൺട്രിയാണ്. അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഇവരെ അങ്ങോട്ട് വിളിക്കുകയും അവർ സപ്പോർട്ട് തരികയും ഒക്കെ ചെയ്തു. അവിടെയൊക്കെ ടാക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യും. ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ 97% ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ആരും സത്യസന്ധമായിട്ട് ചെയ്യില്ല. സത്യസന്ധമായിട്ട് ചെയ്യാതെ വരുമ്പോഴത്തേനും ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യും, ഹരാസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു സർക്കിൾ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെയൊക്കെ കേൾക്കണം. ലോകത്ത് അല്ല ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ സ്ട്രഗിൾ ചെയ്തൊക്കെ ബിൽഡ് ചെയ്ത ആൾക്കാരുടെ സ്റ്റോറി ഏത് മേഖലയിലും നമ്മൾ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ സ്റ്റോറികളുണ്ടാകും. ആ സ്റ്റോറികൾ ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിയായ ട്രാക്കിലാന്ന് നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വരും. നമ്മളിപ്പം വളരെ ചിലപ്പോൾ സ്ട്രഗിൾ പീരീഡിൽ ഉണ്ടാവാം.